ശശി തരൂർ ഒരു അസറ്റ് തന്നെയാണ്. പാർട്ടിക്ക് പലപ്പോഴും പ്രതിരോധത്തിലാക്കുകയാണെങ്കിൽ പോലും പാർട്ടി ഒരു കോംപ്രമൈസ് അങ്ങോട്ട് വെക്കുന്ന സമയത്ത് വീണ്ടും ശശി തരൂർ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ഒന്ന് ആലോചിക്കാമല്ലോ. കാരണം അയാൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വേണമെങ്കിൽ CPM-ലേക്ക് പോയാൽ ഇത്ര പ്രശ്നം ഉണ്ടെങ്കിൽ കേന്ദ്രത്തിലേക്ക് BJP-യിലേക്ക് ചേരുവാണെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വൺ ഓഫ് ദി ബെസ്റ്റ് പൊസിഷൻ തന്നെയായിരിക്കും ശശി തരൂരിന് BJP വാഗ്ദാനം ചെയ്യുന്നത്. അത് എപ്പോഴും ആ വാതിൽ തുറന്നു കിടക്കുക തന്നെയാണ്. നോക്കിക്കോ, ഒരു കേന്ദ്രമന്ത്രി പദവിയായിരിക്കും അയാൾക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു വിദേശകാര്യമന്ത്രി. അയാൾക്ക് ഏറ്റവും ചേരുന്ന ഒരു പദവിയാണ് വിദേശകാര്യമന്ത്രി പദവി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അയാൾക്ക് കോൺഗ്രസിനോട് ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ് അയാൾ വീണ്ടും ഈ പറയുന്ന രീതിയിൽ അയാൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും കോംപ്രമൈസ് മീറ്റിങ്ങുകൾ വരുമെന്ന് ശശി തരൂരിന് അറിയാം. അത് തന്നെയാണല്ലോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത് തലസ്ഥാനത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും നടക്കാൻ പോകുന്നത്. കാരണം BJP-യിലേക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഇപ്പോഴും കോൺഗ്രസിന് ചാൻസ് ഉള്ള ഒരു മണ്ഡലമാണ് തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ശക്തമായിട്ട് പ്രവർത്തനം നടക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഇപ്പോ ശശി തരൂർ വന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ പോവുകയാണ്, ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു നല്ല ശക്തമായിട്ടുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെയായിരിക്കും കാണാൻ പോകുന്നത്. തിരുവനന്തപുരം പിടിക്കാനായിട്ട് ശശി തരൂര് ഉറപ്പായിട്ടും അയാളോട് പ്രവർത്തിക്കുന്നത് തന്നെയാണ് ഇപ്പൊ ഈ പറയുന്ന മീറ്റിംഗ്.